റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മൊഴി രേഖപ്പെടുത്തി പോലീസ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ദമ്പതികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. കാറിലെത്തിയ 3 അംഗ സംഘം യുവതിയെയും ഭർത്താവിനെയും 2.5 വയസ്സുള്ള മകനെയും തടഞ്ഞു നിർത്തി മർദ്ദിച്ചിട്ടും പോലീസ് മൊഴിയെടുക്കാനോ കേസെടുക്കാനോ തയ്യാറായില്ല എന്നായിരുന്നു ആക്ഷേപം. താമരശ്ശേരി പോലീസിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളും യുവതി നൽകിയ മൊഴിയിലുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാനോ കേസെടുക്കാനോ തയ്യാറായിരുന്നില്ല. 4 വട്ടം സ്റ്റേഷനിലെത്തിയ തന്നോട് മോശമായി പെരുമാറിയെന്നും യുവതി വെളിപ്പെടുത്തി. താമരശ്ശേരി പോലീസിൽ നിന്നുണ്ടായ ദുരനുഭവം യുവതി റിപ്പോർട്ടർ ടിവിയിലൂടെ വിവരിച്ചതോടെയാണ് മൊഴിയെടുക്കാൻ തയ്യാറായത്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തി. സ്റ്റേഷനിലെത്തിയപ്പോൾ SI മോശമായി പെരുമാറിയെന്നും മൊഴിയിലുണ്ട്. ബംഗളൂരുവിലുള്ള ഭർത്താവിന്റെ മൊഴിയും രേഖപ്പെടുത്തും. അവര് ഭയങ്കര ഹാഷായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ചെല്ലുന്ന സമയത്ത് എത്രയോ ദിവസം ഞാൻ സ്റ്റേഷനിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് കയറി ഇറങ്ങിയത് 5-6 തവണ കയറി ഇറങ്ങി. ഇനി നമ്മളോട് തെളിവില്ല എന്ന് പറയുന്നത് CCTV ഇല്ലാന്ന്. പക്ഷേ ഈ മനോജും ജെയ്സണും അവരെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് അവർക്കൊരു തെളിവായിട്ട് എടുക്കാം. പക്ഷെ അത് ഇതുവരെ ഹാജരാക്കുകയോ അവരോട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വീട്ടിലേക്ക് വരുന്ന വഴി കാറിലെത്തിയ 3 സംഘം യുവതിയെയും ഭർത്താവിനെയും 2.5 വയസ്സുള്ള മകനെയും തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്നാണ് ആക്ഷേപം. എതിരെ വന്ന കാർ ഡിം ലൈറ്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിർബന്ധിച്ചെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ 3 അംഗ സംഘവും പരാതി നൽകിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന് ശേഷം പരാതിക്കാരിയുടെ ബന്ധുക്കൾ ഈ സംഘത്തെ ആക്രമിച്ചതായും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ താമരശ്ശേരി ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അടുത്ത മാസം കേസ് പരിഗണിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.